ജേർണലിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉം. ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, അതിൻ്റെ സയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഉം. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഓക്കെ. അതിൻ്റെ എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഉം, അപ്പം ഉം. എനിക്ക് വേണ്ടത് എന്താണ്, ഒരു കാറ് വാങ്ങാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഐ വാണ്ട് ടു ബൈ എ കാർ എന്നുള്ളത് പറയരുത് എന്നുള്ളതാണ്. ഉം, എനിക്ക് ഉം. കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബൈ ഇതൊരു ഫ്യൂച്ചറിൽ ഒരിക്കലും വാങ്ങണം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം, ഞാൻ നേടും, ഞാൻ വാങ്ങും, അങ്ങനത്തെ ഒരു സംഭവം എന്ത് ചെയ്യരുത്, പറയരുത്. ഇത് അച്ചീവ് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് നെഗറ്റീവാണ് എന്നാലും പറയാം, കബളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അത് ആദ്യം നമ്മൾ കബളിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഉം, അവർക്ക് ഇയാൾക്ക് മനസ്സിലാവും. ആ, പിന്നെ ആ. അവരെന്ത് ചെയ്യും, അത് അറിയാതെ ശരിയാണെന്ന് വിചാരിച്ച് പോകും. വിശ്വസിച്ച് പോകും. ഉം, ഉം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണ്, ഉം, ഉം. ഐ ബോട്ട് എ കാർ, ഐ ബോട്ട് എ കാർ, ഐ ബോട്ട് എ ബെൻസ് കാർ, അല്ലെങ്കിൽ മൈ മന്ത്ലി ഇൻകം ഈസ് ഇത്ര എമൗണ്ട്, ആ, മൈ മന്ത്ലി ഇൻകം ഈസ് ഇത്ര എമൗണ്ട്, അങ്ങനെ എഴുതി വെക്കാണ്. ഉം, ഉം. അതായത് മൈ മന്ത്ലി ഇൻകം ഈസ് പറഞ്ഞാൽ എന്താ, ഓൾറെഡി നമുക്കുള്ളതാണ് നമ്മൾ എന്ത് ആ, ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഇയാൾ അത് ഓൾറെഡി അയാൾക്ക് ഉണ്ട് കേട്ടോ. ആ, ആ, അപ്പൊ ഓക്കെ. അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസുകളും ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഓ, ഓക്കെ, ഓക്കെ. അത് സർ, ഇതൊരു അടിപൊളി ടെക്നിക് ആയിരിക്കും. ടെക്നിക്കാണ് അത്. കാരണം പല ആളുകളും എന്നോട് പറയാറുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല എന്നുള്ളത്. ഉം, ഉം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുതി വെച്ചതൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്നുള്ളത്. ഉം. അവർ അയച്ചു തന്നപ്പോൾ ഞാൻ എന്താണ്, എന്നെ കാര്യം അച്ചീവ് ചെയ്യും, എന്നെ നമ്മളിപ്പോ കാര്യം അച്ചീവ് എങ്ങനെയാ, ചെയ്യും, അടുത്ത വർഷം ഞാനൊരു ആ, കാർ വാങ്ങും, കാർ അല്ലെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ ഞാനൊരു വീട് വീട് വെക്കും. വെക്കും, അതിനു പകരം നമ്മൾ വീട് വെച്ചു വെച്ചു വാങ്ങി എന്നുള്ള എന്നുള്ളതാണ്. ഈ രീതിയിൽ. വാങ്ങുന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, നമ്മൾ വാങ്ങിയിട്ടില്ല, അതെ, അതെ. നമ്മൾ അതിനുള്ള ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ വാങ്ങും എന്നുള്ളൊരു സാധനം നമ്മൾ കൊടുക്കരുത്. ഉം, ഉം. വാങ്ങി എന്നുള്ള സാധനം, അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നുള്ള സാധനം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും അതിലേക്ക് മൈൻഡ് ബ്ലെൻഡ് അതിലേക്ക് ആവും എന്നുള്ളത്. കാരണം ഇയാളൊരു ഭയങ്കര സംഭവമാണ്. ഓക്കെ. ഇത് ഞാൻ പറയുമ്പോൾ കുറെ ആളുകൾക്ക് ശരി വരും. ഉം, കാരണം അതെ, അതെ. ഇതിന്റെ മൈൻഡിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ബെനിഫിറ്റ്, അതിന്റെ ഒരു അപാര ശക്തി, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്.